വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും കൂടി വേലായുധന് കൊടുക്കാനായിട്ട് ലോൺ വെച്ച് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ബാങ്കിലേക്ക് വരുന്നുണ്ട്. അന്നേരം അവിടുത്തെ ഒരു സ്റ്റാഫിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇത്രയും വലിയൊരു തുക കിട്ടാൻ പാടാണ് എന്ന് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ ഒരു സംസാരിക്കുന്നുണ്ട്. അന്നേരം കടയുടെ വിപുലീകരണം അത് പറഞ്ഞാൽ മതി, അപ്പോൾ വേറെ ഗുലുമാലൊന്നും ഉണ്ടാവില്ല, ഞാൻ മാനേജറുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് അകത്തേക്ക് പോകുമ്പോൾ അവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുകയാണ്. നടന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിട്ട്. ഈ സമയത്ത് ആ ബാങ്കിലേക്ക് തന്നെ വിഷ്ണു ആണെങ്കിൽ വേറൊരാളെയും കൊണ്ട് വരുന്നുണ്ട്. അയാളുടെ സ്വർണ്ണം അവിടെ പണയിരിക്കുകയാണ്. അപ്പോൾ ലേലത്തിൽ പോകും എന്നുള്ളത് കൊണ്ട് അതെടുത്ത് വിൽക്കാൻ സഹായിക്കാനായിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് അത് വിറ്റ് വിഷ്ണുവിന് കൊടുക്കാമെന്നുള്ള ഒരിതാണ്. അപ്പോൾ വിഷ്ണു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് പലിശയും മുതലും ഒക്കെയാണ്. പിന്നെ സ്വർണ്ണം അങ്ങോട്ട് കൈ കിട്ടുമ്പോൾ ഭാര്യയുടെ താലിമാലയാണ്, വിവാഹമോതിരമാണോ, സെൻറ്റിമെൻറ്റ്സ് ഒന്നും പാടില്ല, ഞാൻ ഇവിടെ തന്നെ കാണും, പെട്ടെന്ന് എടുത്തുകൊണ്ട് വരണം, എന്നിട്ട് സ്വർണ്ണത്തിൻ്റെ വില ബാക്കി അങ്ങോട്ട് തരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതൊക്കെ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് അയാളകത്തേക്കും പോകുന്നുണ്ട്. വിഷ്ണു വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ശ്യാമയാണെങ്കിൽ പിന്നെ അലക്കുകല്ലിൽ വെച്ച് തുണിയൊക്കെ കഴുകുകയാണ്. അന്നേരം സത്യഭാമ അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം നീ എന്താ ഇവിടെ വെച്ച് കഴുകുന്നത്, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ എൻ്റെയും എൻ്റെ കൊച്ചിൻ്റെയും തുണി വൃത്തിയായിട്ട് കഴുകണമെന്ന് തോന്നി, ബാക്കിയുള്ളവരുടെ തുണിയുടെ കൂട്ടത്തിൽ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകണ്ടാന്ന് തോന്നി എന്ന് പറയുകയാണ്. അന്നേരം അതെന്താ ബാക്കിയുള്ളവർക്ക് വല്ല മാറാരോഗം വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം അതല്ല, വൃത്തിയായിട്ട് കഴുകണം എന്നുള്ളത് എന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ നിനക്ക് സത്യയുടെ തുണിയും കൂടി എടുത്തുകൂടായിരുന്നു ചോദിക്കണം, അവൾക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേന്ന് ചോദിക്കുകയാണ്. അവളുടെ തുണി കഴുകാനായിട്ട് അവളുടെ കളക്ടർ അമ്മയുണ്ടല്ലോ, ഇങ്ങനെ തുണി കഴുകിയെന്ന് ചോദിച്ച് കളക്ടർ അമ്മയുടെ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ല എന്നിങ്ങനെ ശ്യാമ സംസാരിക്കുകയാണ്. അന്നേരം ഭാമയ്ക്ക് സംഭവം ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം പറയുന്നുണ്ട്, നിങ്ങൾ ചേട്ടത്തി അനിയത്തിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടികളോട് കാണിക്കുന്ന എന്തിനാ, പിന്നെ അവരോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം വേർതിരിവ് കാണിച്ചത് ഞാനല്ലല്ലോ, സത്യാമ്മയല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്ത് വേർതിരിവ് കാണിച്ചു, എനിക്ക് രണ്ട് കുട്ടികളും ഒരുപോലെയാണെന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് രോഹിത് അവിടെ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഭാമ അത് ആദ്യം കാണുന്നില്ല. അന്നേരം സത്യമ്മ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ വേർതിരിവ് കാണിച്ചിട്ടുണ്ട്. സത്യയെ കാണാനായിട്ട് സ്കൂളിൽ ചെന്നിട്ടില്ലേ, മാലയും വളയും ഒക്കെ വാങ്ങിക്കൊടുത്തില്ലേ, അതിനെന്നെ പപ്പിമോൾ ചോദിച്ചപ്പോൾ എന്താ സത്യമ്മ പറഞ്ഞത്, അച്ഛനും അമ്മയും വാങ്ങിത്തരുമെന്ന്. പിന്നീട് ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോൾ പപ്പി ഓടി വന്ന് സത്യമ്മയുടെ മടിയിലേക്ക് ഇരുന്നില്ലേ, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ പിടിച്ച് മാറ്റിയിട്ട് സത്യയെ പിടിച്ച് മടിയിലിരുത്തിയില്ലേ, അപ്പോൾ എന്തോരമാണ് വേർതിരിവാണ് സത്യമ്മ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭാമ പറയുകയാണ്, അപ്പോൾ ഇത്രയും വിഷം ഇത്രയുമൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണോ നീ ഇവിടെ ചെയ്തു കൂടി സ്നേഹമൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഇത്രയും വിഷം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. നിന്നെ എങ്ങനെ വിശ്വസിച്ച് നീ ഉണ്ടാക്കി തരുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ കഴിക്കും, നീ വല്ല വിഷവും കലക്കി തന്നാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് സത്യാമ്മയെന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രോഹിത്തിന് സത്യഭാമ കാണുന്നുണ്ട്. അന്നേരം കേട്ടില്ല നിൻ്റെ ഭാര്യ പറയുന്നത്, ഇങ്ങനെ ഇത്രയും പിന്നെ നിനക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും എന്നല്ല ഏഷ്യന് കയറ്റാനായിട്ട് ഇവൾ അസല് മിടുക്കിയാണ്, ഇവൾ പറയുന്നത് കേട്ടില്ലേ, ഇതിലും ഭേദമായ ശാലിനിയാണ് എന്നിങ്ങനെയൊക്കെ ഭാമ പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട്. ശ്യാമ പറയുകയാണ്, എന്ത് പറയുന്ന രോഹിത്തെ, ഇപ്പോൾ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എല്ലാം കൂടി എഴുതി കൊടുത്തപ്പോൾ ഓർക്കണമായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഭാമയ്ക്ക് അങ്ങോട്ട് കൊണ്ട് കയറുന്നുണ്ട്. അന്നേരം ആരാടി ഒട്ടകം, ഇത് എൻ്റെ വീടാണ്, എൻ്റെ ഭർത്താവ് വെച്ച വീടാണ്, ഇവിടെ ഞങ്ങളാണ് താമസിക്കേണ്ടത്, ഇവിടെ ഒട്ടകമായിട്ട് നിങ്ങളാണുള്ളത്, രണ്ടും കൂടി ഇറങ്ങിക്കൊള്ളുന്ന വിടന്ന്, എന്നെ ചീത്ത പറയുന്നവരാരും ഇവിടെ നിൽക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, കണ്ടില്ലേ രോഹിത്തെ എന്ന് പറയുകയാണ്. അന്നേരം അതിന് മുന്നേ രോഹിത്തിനോട് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, കാര്യമാപോയ കോടാലിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെങ്കിലും അവൾ പറയുന്നതിനും കാര്യമില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അപ്പോൾ അച്ചിയുടെ വാക്കും കേട്ടുകൊണ്ട് രണ്ടും കൂടി എന്നെ പോരിന് ഇറങ്ങിയിരിക്കുകയാണല്ലേ, എടുത്ത് വളർത്തി നിന്നെ ഇത്രത്തോളം ആക്കിയിട്ടും നിനക്കിപ്പോൾ അങ്ങോട്ടാണല്ലേ ചൈവ, അതുകൊണ്ടാണ് നീ ഒന്നും ചെയ്തിട്ടും രക്ഷപ്പെടുത്തത്, എന്തെല്ലാം ചെയ്തു എന്നിട്ട് ഇങ്ങനെയല്ലേ ആയുള്ളൂ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവസാനം ഇറങ്ങിക്കൊള്ളണമെന്ന് പറയുമ്പോഴും പിന്നെ എല്ലാം കൂടി എഴുതി കൊടുത്തില്ലേ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ എൻ്റെ സ്വത്തുക്കൾ പിന്നെ എനിക്കല്ലാതെ പിന്നെ ആർക്കാടി എഴുതി കൊടുക്കേണ്ടതെന്നൊക്കെ ഭാമ ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം ഇറങ്ങിക്കൊള്ളണമെന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ആട്ടി ഇറക്കണ്ട, ഞങ്ങൾ ഇറങ്ങിക്കോളാം, പിന്നെ എല്ലാം ഞാനായിട്ട് വരുത്തി വെച്ചതെന്ന് ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് പ്രായശ്ചിത്തമായിട്ട് ഞാൻ സ്വത്തുക്കളൊക്കെ തിരിച്ചെഴുതി തരികയും ചെയ്തു, ഉപേന്ദ്രൻ വന്നതും കൂട്ടു ബിസിനസ്സിൽ പങ്കാളിയായതും എല്ലാം സത്യാമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു, അല്ല ഞാനായിട്ടൊന്നും വരുത്തി വെച്ചതല്ല, പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം, ആട്ടി ഇറക്കുകയൊന്നും വേണ്ട, പിന്നെ ഒരു കൂര കിട്ടുന്നത് വരെ ഒരു അഭയസ്ഥാനമായിട്ട് ഇവിടെ നിൽക്കുക, അത്രയും ഒരു സാവകാശം തരണം എന്ന് പറഞ്ഞിട്ട് വാ ശ്യാമയെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കൈ ബലമായിട്ട് പിടിച്ചുകൊണ്ട് രോഹിത് അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്.
ഇതേസമയം അവിടെ വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് കയറിപ്പോയ ആളിനെ കാത്തുനിന്ന് മടുത്തിട്ട് അകത്തേക്ക് കയറി നോക്കാമെന്നും പറഞ്ഞ് കയറുകയാണ്. അതേസമയം അവിടെ പിന്നെ അയാളാണെങ്കിൽ പണയൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ശാരദാമ്മയും ഗോപാലകൃഷ്ണനും മാനേജറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അകത്തുനിന്ന് സ്റ്റാഫ് വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, ആ പേപ്പറെല്ലാം ഒന്നുകൂടി ഒത്തു നോക്ക്, ഇതെല്ലാം ഇവിടെ കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവരിങ്ങനെ കവറിൽ നിന്ന് ആ പ്രമാണമൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുമ്പോഴാണ് വിഷ്ണു വരുന്നത്. അന്നേരം വിഷ്ണു, നിങ്ങളെന്താ ഇവിടെ എന്നിങ്ങനെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ഇവർക്ക് ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. ഇവരിങ്ങനെ തപ്പി തപ്പി നിൽക്കുകയാണ്. ഈ സമയത്ത് ആ മറ്റേ ആൾ സ്വർണ്ണം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അച്ഛനിതാ കറക്റ്റ് സ്വർണ്ണമുണ്ട്, തൂക്കമുണ്ട്, റെസിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അന്നേരം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് വിഷ്ണു ബാഗിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. ഈ സമയത്തിന് ശാരദാമ്മയും ഗോപാലകൃഷ്ണനും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇയാൾക്ക് വിഷ്ണു പൈസയൊക്കെ കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കണക്ക് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല. അന്നേരം ഇവരിത് എവിടെ പോയി എന്ന് പറയുമ്പോൾ ഈ കൂടെ വന്ന ആൾ പറയുന്നുണ്ട്, ദേ അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. അന്നേരം എന്നെ കണ്ടപ്പോൾ എന്താ പെട്ടെന്ന് പോയി, എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പിന്നാലെ ചെല്ലുന്നുണ്ട്. അന്നേരം ആ ഫ്രണ്ട് വാതിൽ വെച്ച് തന്നെ കാണുകയാണ്. അന്നേരം ശാരദാമ്മയെന്ന് വിളിക്കുമ്പോൾ അവരിങ്ങനെ പിടിവീണു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ചെല്ലുന്നുണ്ട്. അന്നേരം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്തിനാ ലോൺ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുമേ വിഷ്ണുവൊക്കെ അവിടെ നിൽക്കുമ്പോൾ ശാരദാമ്മ പോയ ശേഷം ആ ഓഫീസ് സ്റ്റാഫ് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് ഗോപാലനും ശാരദയുടെ എന്തോ ലോൺ വേണമെന്നും പറഞ്ഞു വന്നു, അത്യാവശ്യമാണെന്ന് പറഞ്ഞു വന്നു. എന്നിട്ടാണ് വിഷ്ണു വെളിയിലേക്ക് വരുന്നത്. അന്നേരം നിങ്ങളെന്തിനാ ലോൺ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരൊക്കെ ആകെ ഇങ്ങനെ വിയർത്ത് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മയെ എന്തോ എന്നോട് പറയാനുണ്ട്, എന്നോട് എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് പറയാം എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം ആ സംഭവങ്ങളൊക്കെ അവിടെ വിഷ്ണുവിനോട് പറയുകയാണ്. എല്ലാ സംഭവങ്ങളും കേട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നസീർ എന്ന് ചോദിക്കുമ്പോൾ മരിച്ചു എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല, മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അന്ന് പിന്നെ വിഷ്ണു വന്ന കാര്യങ്ങൾ നമ്മളിൽ മാത്രം ഒതുങ്ങണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് വിഷ്ണു വന്നപ്പോൾ ഒന്നും പറയാതിരുന്നത്. ഒരുവിധം പിന്നെ പിടിക്കപ്പെടുമെന്നുള്ള ഭയം കൊണ്ടൊക്കെ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷേ അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ശാലിനിയുടെ ഔദ്യോഗിക പദവി തന്നെയാണ്. അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നറിയുമ്പോൾ അവൾക്ക് പിന്നെ തലയുയർത്തി നടക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വാർത്ത കിട്ടുന്നത് വരെ മഞ്ഞപ്പത്രക്കാർ അവളെ വെറുതെ വിടില്ല. അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഒതുങ്ങി തീർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ചതിച്ചത്, വേലായുധൻ എന്ന് പറഞ്ഞിട്ട് പൈസ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ ആധാരമൊക്കെ ആയിട്ട് വന്നതെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം പിന്നെ വിഷ്ണു പറയുകയാണ്, വിഷ്ണുവിനകപ്പാടെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുകയാണ് വിഷ്ണു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തൽക്കാലം വീട്ടിലേക്ക് പോകും, ഞാൻ വേലായുധനെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അന്നേരം പണം കൊണ്ടല്ലാതെ വേറൊന്നും കൊണ്ട് അവനെ ഒതുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ എന്തായാലും ഒന്ന് കാണട്ടെ, അവൻ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കാം, നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോ എന്നിങ്ങനെ പറയുമ്പോൾ അവരത് സമ്മതിക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നതാണെങ്കിൽ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ കളക്ടറേറ്റിലേക്ക് വരുന്നുണ്ട്. വണ്ടിയിൽ വരുമ്പോൾ അവിടെ ശ്രീരഞ്ജിനി നിൽപ്പുണ്ടായിരുന്നു. ശ്രീരഞ്ജിനി മന്ത്രിയുടെ എസ്കോർട്ടായിട്ട് എന്തോ വന്നതാണ്. അന്നേരം അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, ഞാൻ ശാലിനി ഒന്ന് കാണാനായിട്ടിരുന്നതാണ്. അന്നേരം ഒഫീഷ്യലാണോ അൺഒഫീഷ്യലാണോ എന്ന് ചോദിക്കുമ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം, വിഷ്ണുവിൻ്റെ കാര്യമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അല്പം സീരിയസ് ആണല്ലോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ നീക്കങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് പിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്താനാണ് തീരുമാനം, പഴയ കേസൊക്കെ കുത്തിപ്പൊക്കി ഇങ്ങനെ ഒതുക്കാനാണ് ശ്രമം എന്ന് പറയുകയാണ്. അന്നേരം അതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ കാപ്പ ചുമത്തി ഇങ്ങനെ ഗുണ്ടാ ലിസ്റ്റ് പെടുത്തുമ്പോൾ അങ്ങനെ ഒതുക്കാനാണ്, അപ്പോൾ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കും, അതുകൊണ്ടൊന്ന് കരുതിയിരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നത്തിനും പോകരുത്, അടിപിടി കേസിന് ഒന്നിനും പോകരുത്, ഒരാൾ വന്നാൽ പോലും ഒരു പ്രശ്നത്തിനും പോകരുത്, ഒരു മര്യാദരാമൻ്റെ പട്ടം അങ്ങോട്ട് ചൂടിക്കൊടുക്കുക, എന്താ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശ്രമിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രമിച്ചാൽ മാത്രം പോരാ, ശത്രു നേരെ വന്ന് ആയുധമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നേരിടാനായിട്ട് സാധിക്കും. പക്ഷേ ഒളിയുമ്പോയിട്ട് പുറകെ നിന്നാൽ അവിടെ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് നേരിടേണ്ടത്. അതുകൊണ്ട് വിഷ്ണുവിനോടൊന്ന് പറയണം, കാണുകയാണെങ്കിൽ ഞാനും പറയാം എന്നിങ്ങനെ പറയുകയാണ്. ഇതിന് ശാലിനിക്ക് ആ ഒരു സീരിയസ് അവിടെ മനസ്സിലാവുന്നുണ്ട് വിഷ്ണുവിൻ്റെ കാര്യത്തിൽ. ചന്ദ്രബോസിൻ്റെ നിന്ന് ഹമീദിൻ്റെ നിന്നൊക്കെയാണ് ആ പിടിവിധികൾ വരുന്നതെന്നുള്ളത് ശാലിനിക്ക് ഇവിടെ മനസ്സിലാവുകയാണ്. അതേസമയം അവിടെ വീട്ടിൽ രാഘവൻ നായർ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. രോഹിത്തും ശ്യാമയും കൂടി വീട്ടിൽ നിന്നും പോകാനുള്ള പുറപ്പാടുമൊക്കെയാണ്. ഭാമയായിട്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ പിള്ള സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ശാലിനി വരുന്നുണ്ട്. അന്നേരം പിന്നെ അച്ഛൻ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറഞ്ഞത് എന്നെയല്ല, ശ്യാമയാണ് പറഞ്ഞത്. ശ്യാമയും തിരിച്ചു പറഞ്ഞു, ഒന്ന് രണ്ടുമൊക്കെ പറഞ്ഞ് ലോഹയൊക്കെ മാറി വഴക്കായി ചോദിക്കുമ്പോൾ എന്നിട്ട് എന്തായും ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ അവർ പോകാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പോകാനോ എവിടേക്കും ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ അതിപ്പോൾ ഇറങ്ങി പോകാനായിട്ട് എളുപ്പമാണ്. എന്നിട്ട് സത്യാമ്മ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാണ് പിന്നെ അതവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന്, അവരങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും, ഒരു ജോലി പോലും ഇല്ല രോഹിത്തിന്, ഇറങ്ങിപ്പോകാനൊക്കെ എളുപ്പമാണ്, പിന്നെ ഇങ്ങനെ ജീവിക്കും, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പപ്പിമോളുടെ കാര്യമെങ്കിലും ആലോചിക്കേണ്ടതെന്ന് പറയുമ്പോൾ ശാലിനി ഒരു നിമിഷം ഇങ്ങനെ പപ്പിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. അന്നേരം മോളെന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതല്ല, ഞാൻ അവരുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം മോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കേണ്ട, അവരെ പോക്ക് എങ്ങനെയെങ്കിലും തടയാൻ നോക്കുന്നതിനെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശാലിനി റൂമിലേക്ക് ചെല്ലുമ്പോൾ ശ്യാമ അവിടെ തുണിയൊക്കെ മടക്കി വയ്ക്കുകയാണ്. രോഹിത്തിനോട് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ചെന്നാൽ അവിടെ അധികകാലവും നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ വരട്ടെ നോക്കാമെന്നിങ്ങനെ രോഹിത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശാലിനി ചെല്ലുന്നത്. ശാലിനി ആദ്യം ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നുണ്ട്. ഇതെന്താ തുണിയൊക്കെ മടക്കി വെക്കുന്നത്, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ടൂറിന് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയുന്നുണ്ട് ശ്യാമ. അന്നേരം എങ്ങോട്ടത്തേക്കും ചോദിക്കുമ്പോൾ എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്താ ശ്യാമ നീ പറയുന്നത്, നീ എന്തിനാ സത്യാമ്മയോട് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായി, സത്യാമ്മയോട് നീ എന്തിനാ വഴക്കിന് ചെന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണല്ലേ, ഇപ്പോൾ അങ്ങനെയല്ലേ കാര്യങ്ങൾ, നമ്മൾ രണ്ടുപേരും സത്യാമ്മയുടെ മരുമക്കളല്ലേ, കുഞ്ഞേച്ചിക്ക് ജോലി ഉണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള ആദരവും ബഹുമാനവും ഒക്കെ അവർ തരുന്നുണ്ട്, എനിക്ക് ജോലിയില്ല ഒന്നുമില്ലല്ലോ, പക്ഷെ എനിക്ക് അതൊന്നും വേണ്ട, പക്ഷെ വേർതിരിവ് എൻ്റെ മകളോട് കാണിക്കാനായിട്ട് പാടില്ല, കുഞ്ഞിനോട് വേർതിരിവ് കാണുമ്പോൾ ഞാൻ സഹിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം പോകാനായിട്ട് എളുപ്പമാണ് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് പിന്നീട് ഒരു ജോലി പോലും ഇല്ല, നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ഇവിടെ കഴിയാനായിട്ട് വയ്യ കുഞ്ഞേച്ചി, ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. പക്ഷെ പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മോളെയും കൊണ്ടുപോകും, അതിനിപ്പോൾ ആരെതിർത്താലും മോളെയും കൊണ്ടുപോകും എന്ന് പറയുമ്പോൾ ശാലിനി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ശ്യാമ ഒത്തിരി കടുപ്പിച്ചാണ് പറയുന്നത്. രോഹിത് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അവസാനം ശാലിനി പറയുന്നുണ്ട് ഇറങ്ങിപ്പോകാനിപ്പോൾ എളുപ്പമാണ്, നിങ്ങൾക്ക് ചെന്ന് കയറാനായിട്ട് ആകെ 2 വീടുകളിലേ ഉള്ളൂ, ഇവിടെയും നമ്മുടെ വീടും, പക്ഷേ അവിടെയും ഇവിടെയും ഒക്കെ ഒരുപോലെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്, 2 സ്ഥലത്തും പരിഹരിക്കാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളോട് പോകരുതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എനിക്കൊരു കുറച്ച് സമയത്തെ സാവകാശം തരും, 3 ദിവസത്തെ സാവകാശം തരും, അതിനുള്ളിൽ ഞാൻ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരാം, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുന്നിങ്ങനെ ഒരു അപേക്ഷ പോലെ പറഞ്ഞിട്ട് ശാലിനി വിഷമത്തോടെ റൂം വിട്ട് പോകുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. രോഹിത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരവിടെ നിന്ന് പോകുന്നില്ല എന്ന് തോന്നുന്നു. ശാലിനി എന്തായാലും 3 ദിവസത്തെ സമയം പറഞ്ഞിരിക്കുകയല്ലേ, അതനുസരിച്ച് അവരവിടെ നിൽക്കാനാണ് സാധ്യത. തുടർന്ന് കാണിക്കുന്നത് വേലായുധൻ്റെ വീടാണ്. അവിടെ വേലായുധനാണെങ്കിൽ ഇങ്ങനെ ഹാളിലിങ്ങനെ കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അന്നേരം ഭാര്യ വന്ന് വഴക്കുണ്ടാക്കുകയാണ്. നിങ്ങൾ ഈ വീടിന് വേണ്ടി എന്ത് ചെയ്തു, ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, പേര് പറഞ്ഞ് നടക്കുന്ന ഗുണ്ടയാണെന്ന് പറയുന്നു, മകളുടെ കല്യാണം ഉറപ്പിച്ചു, ഒന്നും ഇതുവരെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു വേലായുധൻ ആവശ്യം പോലെ വഴക്ക് പറയുകയാണ്. അന്നേരമാണെങ്കിൽ ഈ പെൺകുട്ടി വരുന്നുണ്ട്. അന്നേരം നിങ്ങളിങ്ങനെ വഴക്ക് കൂടുകയാണെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഉമ്മറത്താണെങ്കിൽ അവിടെ വിഷ്ണു എത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു വാതിൽക്കൽ നിന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വേലായുധനും ഭാര്യയും തമ്മിൽ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കൂടുന്നുണ്ട്. അന്നേരം പൈസ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, നാളെ ഒരു ദിവസം കൂടി ഞാൻ നോക്കും, ഇല്ലെങ്കിൽ ഞാൻ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ചോറിലങ്ങോട്ട് കുഴച്ച് തരും, ഇങ്ങനെ ഗതിയില്ലാത്ത ഒരുത്തൻ്റെ ഭാര്യയും മകളും ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വരം വഴക്കടിക്കുകയാണ്. ഭാര്യയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ്. അന്നേരം പെട്ടെന്ന് ഇവർ നോക്കുമ്പോൾ ഉമ്മറത്തേക്കുന്ന വിഷ്ണുവിനെ കാണുകയാണ്. അന്നേരം വേലായുധൻ 2 പേരോട് അകത്തേക്ക് കയറി പോകാൻ പറയുന്നുണ്ട്. അന്നേരം ആരാടാ എന്നൊക്കെ ഇങ്ങനെ വേലായുധൻ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം നിങ്ങളുടെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ്റെ മരുമകനാണ് എന്നിങ്ങനെ പറയുമ്പോൾ കളക്ടറുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ചൊക്കെ തള്ളുന്നുണ്ട്. അന്നേരം നീ ഒരു പേരെടുത്ത ഗുണ്ടയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുകയാണ്. അന്നേരം നിൻ്റെ അമ്മായിയപ്പനോടെയും പൈസ ചോദിച്ചിട്ടുണ്ട്, നാളെ എനിക്ക് പൈസ കിട്ടണമെന്ന് പറയുമ്പോൾ പൈസ തരുന്നുള്ള വിഷമം കൊണ്ടല്ല, പക്ഷേ ഇത്രയും കാശ് പെട്ടെന്ന് ഒപ്പിക്കണ്ടേ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുകയാണ്. അന്നേരം ഒപ്പിക്കണം, ഇല്ലെങ്കിൽ വേലായുധനെ ഒറ്റു എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കൈ ഇങ്ങനെ പുറകെ കെട്ടിയാണ് നിൽക്കുന്നത്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അതിന് ഒറ്റേണ്ട ആൾ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ ചോദിക്കുകയാണ്. അന്നേരം എന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് വന്നതാണല്ലേ, നീ എന്തായാലും ഒരു ഫീല് വേണമെന്ന് തെളിയിച്ചു കഴിഞ്ഞു, വേലായുധന് കുറേ കേസുകളുണ്ട്, കൊലക്കേസ് വരെ ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പേരിൽ കൊലക്കേസൊന്നുമില്ല, പക്ഷേ എന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് വേണ്ടി അത് ചെയ്യാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. ഈ വേലായുധൻ്റെ ഓരോ സംസാരത്തിലും വിഷ്ണുവിനെ അകപ്പാടെ ദേഷ്യം കൊണ്ട് എരച്ച് കയറുകയാണ്. വിഷ്ണു പറയിൽ കെട്ടിയിരുന്ന കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കണമെന്നൊക്കെ ഉണ്ട്, പിടിക്കുകയാണ്, വിഷ്ണുവിനെ അടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വിഷ്ണുവിനെ ക്ഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഇവരുടെ ഈ സംസാരം ഈ വേലായുധൻ്റെ മകളാണെങ്കിൽ ജനലിൻ്റെ അപ്പുറത്ത് നിന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം പൈസ ഒപ്പിച്ച് തന്നില്ലെങ്കിൽ ഞാൻ പറയും, അതുകൊണ്ട് മര്യാദയ്ക്ക് പൈസ ഒപ്പിച്ചിട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ അവസാന വാക്കാണോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് പറയുകയാണ്, എന്നെ ആരും ഭീഷണിപ്പെടുത്താനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വെല്ലുവിളിക്കുകയും അങ്ങോട്ട് പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണു ക്ഷമിച്ച് നിൽക്കുകയാണ്. അവസാനം പോയി പൈസ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറയുകയാണ്.
അങ്ങനെ വിഷ്ണു ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് വിഷ്ണുവിനെ വാതിൽക്കൽ എത്തിയിട്ട് ഇയാൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താടാ പോടാ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനെ കളിയാക്കി ആക്ഷേപിച്ചൊക്കെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇതൊക്കെ ഈ പെൺകുട്ടി കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ വീട്ടിലേക്ക് 2-3 പേരിങ്ങനെ നടന്നിങ്ങനെ വരികയാണ്. ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന 2-3 പേര് തന്നെയാണ്. അന്നേരം വിഷ്ണു അവരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരിങ്ങനെ വീടിനകത്തേക്കും കയറുകയാണ്. അവരാണെങ്കിൽ വേലായുധൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചേട്ടാ കുറച്ച് കുടിവെള്ളം വേണമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അവരെ കാണുമ്പോൾ ഇയാൾക്ക് ഗുണ്ടകളാണെന്നുള്ള മനസ്സിലാകുന്നുണ്ട്. ഓ അപ്പോൾ അവൻ ആളെയും കൂട്ടിയാണല്ലേ വന്നിരിക്കുന്നത്, കുടിവെള്ളം ഇത്തിരി ചൂടാണല്ലോ, ഇപ്പം തന്നെ തന്നേക്കാന്ന് പറഞ്ഞിട്ട് വേലായുധൻ അതിലൊരാളെ അടിക്കുന്നുണ്ട്. പക്ഷെ അവർ പെട്ടെന്ന് വേലായുധനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് പിടിക്കുകയാണ്. അന്നേരം എന്നിട്ട് അതിലൊരാൾ ഇങ്ങനെ കത്തിയെടുത്ത് വേലായുധനെ പിന്നെ പരിക്കേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ മോളേന്ന് ഇങ്ങനെ വേലായുധ ഉറക്കനെ വിളിക്കുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് അമ്മയും മോളും കൂടി ഒടിയിറങ്ങി വരുമ്പോൾ ഇവരെല്ലാവരും കൂടി രക്ഷപ്പെട്ടങ്ങ് തിരിച്ച് ഓടി പോകുന്നുണ്ട്. അന്നേരം ഇത് വിഷ്ണു പറഞ്ഞു വിട്ട ആളാണെന്നാണ് ഈ വേലായുധം കരുതിയിരിക്കുന്നത്. പക്ഷേ വിഷ്ണുവിൻ്റെ അല്ല, ഇത് ചന്ദ്രബോസ് ഹമീദ് ഒപ്പിച്ച പരിപാടിയാണ്. വിഷ്ണുവിൻ്റെ മേലിൽ ഇങ്ങനെ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനും വിഷ്ണു ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ കണ്ടല്ലോ. അപ്പോൾ വിഷ്ണുവിൻ്റെ മേലിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവരിങ്ങനെ ചെയ്തത് തന്നെയാണ്. അന്നേരം വേലായുധം കിടന്നങ്ങോട്ട് പിടയ്ക്കുകയാണ്. അന്നേരം ആരാ ഇത് ചെയ്തതെന്നൊക്കെ പെൺകുട്ടിയുടെ അമ്മ ചോദിക്കും. കുഴപ്പമില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അന്നേരം മോളെ ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കുമെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവരവിടെ നിന്ന് വേലായുധനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് വിഷ്ണു ആ രാത്രി തന്നെ നേരെ കുടുംബശ്രീ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. ചെന്ന് ശാരദാമ്മയെന്നും പറഞ്ഞ് വാതിൽ മുട്ടി വിളിക്കുകയാണ്. അന്നേരം ശാരദാമ്മയും ഗോപാലകൃഷ്ണനും വാതിൽ തുറന്ന് വരുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ വേലായുധനെ കണ്ടിട്ടാണ് വന്നത്, അവൻ ഒരു തരത്തിലും അടങ്ങില്ല, പൈസ കൊടുത്തേ അടങ്ങൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നന്ദി ഇല്ലാത്തവനാണ്, അവന് വേണ്ടി എന്തോ ഒരു സഹായം ഞാൻ ചെയ്തു എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം അയാൾക്കിപ്പോൾ അയാളുടെ മകളുടെ കല്യാണമാണ് ജീവിത പ്രശ്നമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലയാൾക്ക് വേറെ വഴിയൊന്നുമില്ല, അത് അയാൾ ഈ നാറിയ കളി കളിക്കുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. പണം കൊടുത്ത് തന്നെ സെറ്റിൽ ചെയ്യണം, എത്രയും പെട്ടെന്ന് ആ പറഞ്ഞ തുകയ്ക്ക് തന്നെ ഉറപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ തുക മാറും എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും വേലായുധം ചതിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ പൈസ കൊടുത്തേ ഒക്കൂ എന്നിങ്ങനെ അവൻ ചോദിക്കുന്ന തുക തന്നെ കൊടുക്കണം എന്ന് വാമൂടി കെട്ടി ഒക്കൂ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ബാങ്കിലെ ലോണൊന്നും ശരിയാകാതെ ഇത്രയും തുക എങ്ങനെ കൊടുക്കൂ എന്നിങ്ങനെ ലക്ഷ്മണനും ശാരദാമ്മയും പറയുന്നുണ്ട്. അന്നേരം നമ്മൾ പലിശയ്ക്ക് എടുക്കാം പൈസ, അല്ലാതെ എന്നിട്ട് ലോൺ കിട്ടുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. അന്നേരം ഇത്രയും തുക ഇപ്പോൾ ആരാ നമുക്കൊരു ഈടും ഇല്ലാതെ തരുന്നത് എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം ഒരു ഈടുമില്ലാതെ വാക്കിൻ്റെ പുറത്ത് പലിശയ്ക്ക് തരുന്ന ഒരു പലിശക്കാരി മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളൂ, സത്യഭാമ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാകും മോനെ, നമ്മുടെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ സത്യഭാമ തരില്ല, വെറുതെ ചോദിച്ച് മുഷിയാന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അതല്ലാതെ വേറെ വഴിയില്ല, ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന വാക്കാണ് അമ്മയ്ക്കിപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഈട്, അതിനെതിർത്ത് അമ്മയ്ക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് കൊടുത്തിട്ട് പിന്നെയും അവൻ ചതിച്ചാലോ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എങ്കിൽ അവനെയും കൊന്നിട്ട് ഞാനങ്ങോട്ട് ജയിലിൽ പോവും, ഒരു കൊല ചെയ്ത് ഏതായാലും അറപ്പ് മാറുമെന്നല്ലേ പറയുന്നത്, 1 ചെയ്താലും 2 ചെയ്താലും ഇവിടെ ശിക്ഷ ഒന്ന് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ജയിലിൽ ശിക്ഷ കുരുക്കുണ്ടാക്കാതിരിക്കാനല്ലേ നമ്മൾ ഈ ശ്രമിക്കുന്നതെന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ശാരദാമ്മയോട് പറയുകയാണ് കുറച്ച് വെള്ളം വേണമെന്ന് പറയുമ്പോൾ അകത്തേക്ക് എനിക്ക് ചായ എടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട കുറച്ച് വെള്ളം മതി എന്ന് പറഞ്ഞ് ശാരദാമ്മയെ വെള്ളം എടുക്കാൻ പറഞ്ഞു വിടുകയാണ്. ശാരദാമ്മ പോയ ശേഷം വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് വെള്ളം ദാഹിച്ചിട്ടൊന്നുമല്ല, എനിക്കൊരു കാര്യം അറിയണം, നസീറിൻ്റെ ബോഡി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്, പിന്നെ ശാലിനിയുടെ അച്ഛൻ അതെന്നോട് പറഞ്ഞേ മതിയാവും, വേറെ ആർക്കും അറിയാത്ത രഹസ്യം എന്നോട് പറഞ്ഞേ മതിയാകൂ എന്ന് പറയുമ്പം അത് മോനെ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയുടെ അച്ഛൻ പറഞ്ഞേ മതിയാകൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് ഗോപാലകൃഷ്ണൻ അത് എവിടെയാണ് എന്നുള്ളത് വിഷ്ണുവിനോട് പറയുന്നുണ്ട്. പക്ഷെ അത് ഡയലോഗ് സീൻ കാണിക്കുന്നില്ല, ഇങ്ങനെ പറയുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഒരു പറമ്പും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനും ആ രഹസ്യം അവിടെ മനസ്സിലാവുകയാണ്. തുടർന്ന് വിഷ്ണു തിരികെ വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. പക്ഷെ അന്നേരം വിഷ്ണുവിനാണെങ്കിൽ ആ നേരത്തെ അടി കൊണ്ട് ചന്ദ്രബോസുമായിട്ട് അപ്പോൾ അടിയുണ്ടല്ലോ, അതിൽ വിഷ്ണു നന്നായിട്ട് ഇങ്ങനെ തലവേദനിക്കുന്നുണ്ട്, തലയൊക്കെ കറങ്ങുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും നേരം വിഷ്ണുവിന് യാതൊരു പ്രശ്നം ഉണ്ടായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്നാണെങ്കിൽ അതേസമയം അവിടെ വീട്ടിൽ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ഭക്ഷണം വിളമ്പി വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അന്നേരം സത്യഭാമ വരുന്നുണ്ട്. അന്നേരം മോൾ ഇതുവരെ കിടന്നില്ലേ ചോദിക്കുമ്പോൾ ഇല്ല വിഷ്ണുവേട്ടൻ വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം ഒന്ന് വിളിച്ച് നോക്കാൻ പാടില്ലായിരുന്നോ, കമലിനെ ഒന്ന് വിളിച്ച് നോക്കാം, അവനിപ്പോൾ പഴയ വിഷ്ണുവായിട്ട് നടക്കുകയാണെന്ന് തോന്നുന്നു, ഇപ്പോൾ കുടുംബമൊക്കെ ആയില്ലേ, ഉത്തരവാദിത്വം ഇല്ലേ, ഇങ്ങനെ നടന്നാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചു എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. വിഷ്ണുവേട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, എന്താണെന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നീ ദുശീലങ്ങൾ വല്ലതും തുടങ്ങിയോ, മദ്യപാനം അങ്ങനെ വല്ലതും എന്ന് സത്യഭാമ
ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ സെക്കൻഡിൽ അറിയും, ഇത് വേറെ എന്തോ ആണെന്നിങ്ങനെ ശാലിനി സംശയം പറയുകയാണ്. എങ്കിൽ പിന്നെ അവൻ വരട്ടെ, അതും കൂടെ അറിഞ്ഞിട്ടേ ഞാനും ഉറങ്ങുന്നുള്ളൂ എന്നും പറഞ്ഞ് ഫാമ ഇങ്ങനെ കസേര നീക്കി ഇരിക്കാൻ പോകുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, വേണ്ട സത്യം പോയി കിടന്ന് ഉറങ്ങിക്കോ, വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് പറയുകയാണ്. അന്നേരം വരുമ്പോൾ എന്നെ കൂടെ വിളിച്ചാൽ മതി, മോള് ചോദിച്ചാൽ ചിലപ്പോൾ പറയില്ല, ഞാൻ ചോദിക്കാം, വിളിച്ചേക്കണേ എന്ന് പറയുകയാണ്. അന്നേരം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ സത്യഭാമ പോകുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വണ്ടി ഓടിച്ച് പിന്നെ അവിടെ മുറ്റത്ത് എത്തുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി വീണ്ടും വിളിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വിഷ്ണു ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിട്ട് എവിടെ, എത്ര നേരമായി വിളിക്കുന്നു, ഭക്ഷണം വിളമ്പി വെച്ച് എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഓ താൻ വിഷമിക്കേണ്ട, ഞാൻ ദാ വീടിൻ്റെ മുമ്പിലുണ്ട്, ദാ എത്തിയെന്നും പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് ഇപ്പോൾ സമാധാനമായില്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു ചെല്ലുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ എവിടെ പോയതാ, എത്ര നേരമായിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അതേ ഞാനേ എന്നും പറഞ്ഞ് വിഷ്ണു കള്ളം പറയാനുള്ള ഇവിടെ നിന്ന് ആലോചിച്ചൊക്കെ എടുക്കുകയാണ്. ഞാൻ എൻ്റെ കമലിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതാണ്, കാര്യമൊട്ട് നടന്നില്ല, വെറുതെ ഓടി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് വിഷ്ണു കോമഡിയായിട്ട് പറയാനുള്ളൊരു ശ്രമമാണ്. പക്ഷേ ശാലിനിക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അന്നേരം ആരുടെ കാര്യം ചോദിക്കുമ്പോൾ നമ്മുടെ കമലിൻ്റെ കാര്യം എന്ന് പറയുകയാണ്. അന്നേരം കമലിനെ ഞാൻ വിളിച്ചിരുന്നു, വിഷ്ണുവേട്ടൻ എന്നുമല്ല എന്നോട് നുണ പറയാൻ തുടങ്ങിയത്, അവൻ്റെ കൂടെ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അന്നേരം അത് ശരി, ഇപ്പോൾ അങ്ങനെയായോ, അവൻ അങ്ങനെ പറഞ്ഞു, അതെ താൻ വഴക്ക് പറയുന്നത് പേടിച്ചിട്ടാണ് പറഞ്ഞത്, ഒന്നുമില്ല, താൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോന്നും പറഞ്ഞ് വിഷ്ണു മേലോട്ട് കയറാൻ തുടങ്ങുകയാണ്. അന്നേരം ശാലിനി പെട്ടെന്ന് പിടിച്ചു നിർത്തുകയാണ്. വിഷ്ണുവേട്ടനെ കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും, വിഷ്ണുവിൻ്റെ ഓരോ ആംഗ്യത്തിൽ നിന്നും ചലനത്തിൽ നിന്നുമൊക്കെ എനിക്ക് കള്ളമാണെന്നുള്ളത് മനസ്സിലാകും, ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലോ, എൻ്റെ ഭർത്താവിനെ നല്ലതുപോലെ പഠിച്ചത് കൊണ്ടാണ്, ഞാൻ സത്യാമ്മയെ കൂടെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിഷ്ണുവേട്ടൻ വരുമ്പോൾ ചോദിക്കാനായിട്ട്, ഞാൻ വിഷ്ണുവിൻ്റെ അമ്മയെ കൂടെ വിളിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് സത്യാമ്മയെ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ശാലിനി ചോദിക്കുകയാണ്, എങ്കിൽ പറയും എവിടേക്കാണ് പോയത്, എനിക്കത് അറിയണം, അറിഞ്ഞേ തീരൂ, വിഷ്ണുവേട്ടൻ വേറെന്തോ ആവശ്യത്തിന് എവിടെ പോയതാണ്, അതെനിക്ക് അറിഞ്ഞേ തീരൂ എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ വാശി പിടിക്കുകയാണ്. വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നാണെങ്കിൽ വിഷ്ണുവിന് ഇങ്ങനെ കണ്ണിലേക്ക് ഇരുട്ടൊക്കെ കയറുകയാണ്. വിഷ്ണുവിന് അടി കൊണ്ട് ആ ഭാഗത്ത് വീണ്ടും ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. ശാലിനി നോക്കിയിട്ട് കാണാൻ പോലും കിട്ടുന്നില്ല, രൂപം മാത്രമേ തോന്നുന്നുള്ളൂ. പെട്ടെന്ന് വിഷ്ണുവിന് തല ഇറങ്ങും, വിഷ്ണുവേട്ടാന്നിങ്ങനെ ശാലിനി വിളിക്കുകയാണ്. അതിന് പെട്ടെന്ന് വിഷ്ണുവിനങ്ങ് ആടി ഉലഞ്ഞ് വിഷ്ണു സെറ്റിയിലേക്ക് വീഴുന്നുണ്ട്. ശാലിനി ആകെ പേടിച്ചു പോകുന്നുണ്ട്. വിഷ്ണുവേട്ടാ എന്നിങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ശാലിനി പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് മുഖത്തേക്ക് കുടയുമ്പോൾ വിഷ്ണുവിനിങ്ങനെ ബോധം വീഴുന്നുണ്ട്. എന്നിട്ട് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അന്നേരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ശാലിനി വ്യക്തമായിട്ട് വിഷ്ണുവിന് അന്നേരം കാണാൻ സാധിക്കുന്നില്ല, ഒരു മങ്ങൽ പോലെ കാണുന്നുള്ളൂ, രൂപം ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. അന്നേരം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ടയേർഡായിട്ട് വന്നതുകൊണ്ട് എനിക്കൊന്ന് കിടക്കണം എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം ശാലിനി പിടിക്കുന്നുണ്ട്. അങ്ങനെ പിടിക്കുകയൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, അതെ ഞാൻ പ്രശ്നമൊന്നുമില്ല കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ട് ശാലിനിയെ അങ്ങോട്ട് കാണുന്നുമില്ല. എന്നിട്ട് വിഷ്ണു പതുക്കെ കോണിപ്പേട് കയറി പോവുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ആലോചിക്കുകയാണ്, വിഷ്ണുട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനിയിപ്പോൾ എൻ്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചതാണോ, എന്തായിരിക്കുമെന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ ചിന്തിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ മുകളിലേക്ക് പോയി വിഷ്ണു കട്ടിലേക്ക് ചെന്ന് ഇരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ തല നന്നായിട്ട് വേദനിക്കുന്നുമുണ്ട്. വിഷ്ണുവിനാകപ്പാടെ ഒരു കണ്ണിലേക്ക് ഇരുട്ട് കയറി മങ്ങലുമൊക്കെ ആയിട്ട് വിഷ്ണു അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് ഉറങ്ങി എണീക്കുമ്പോൾ വിഷ്ണുവിന് ആദ്യം പ്രശ്നം തോന്നില്ല. പിന്നീടാണ് വിഷ്ണു വണ്ടി എടുത്ത് പോയ ശേഷം വണ്ടി ഓടിച്ച് വന്ന് ചെടിച്ചട്ടിയൊക്കെ ഇടിച്ചിട്ട് അവിടെ നിർത്തുന്നതും അന്നേരമാണ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും വേലായുധനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിന്. തുടർന്ന് ആ വേലായുധൻ്റെ മകൾ വിഷ്ണുവിനോട് പറയുക ചെയ്യും, ചേട്ടൻ പറഞ്ഞു വിട്ട ആളാണ് പിന്നെ അച്ഛനെ കുത്തിയതെന്ന് പോലീസിനോട് മൊഴി കൊടുത്തതെന്നൊക്കെ. പക്ഷേ അത് ഹമീദിൻ്റെയും ചന്ദ്രബോസിൻ്റെ ഒരു നീക്കം മാത്രമാണ്. ശ്രീരഞ്ജിനി പറഞ്ഞതുപോലെ കാപ്പ ചുമത്തി വിഷ്ണുവിനെ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്താനുള്ള ഒരു ശ്രമം മാത്രമാണ്. അതിനാണ് ഇനി അർജുനൊക്കെ വരുന്നതും ഈ കേസൊക്കെ മാറി മറിയുന്നതും ഒക്കെ. അതൊക്കെ അർജുൻ നന്നായിട്ട് തെളിയിക്കുകയൊക്കെ ചെയ്യും. ആർക്ക് ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.